എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 999 രൂപ ഓഫർ റേറ്റിൽ നമുക്ക് വാങ്ങിക്കാൻ സാധിക്കുന്ന രണ്ട് പ്രോഡക്റ്റുകളാണ് മിവി ഡ്യൂപോഡ്സ് F30യും എയർഡോപ്സ് 141ഉം. അപ്പോൾ ഈ രണ്ട് പ്രോഡക്റ്റുകളിൽ ഏത് വാങ്ങിച്ചാലും നമുക്ക് വർത്ത് ബൈങ് ആകും എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പൂർണ്ണമായും പറയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ആദ്യം ഈ ഒരു പ്രൈസ് റേഞ്ച് നോക്കുകയാണെങ്കിൽ 1199 രൂപ നോർമൽ റേറ്റിൽ മിവി ഡ്യൂപോഡ്സ് ലഭ്യമാകുമ്പോൾ എയർഡോപ്സ് 141 1299 രൂപ, ഒരു 100 രൂപ എക്സ്ട്രാ ആണ് എയർഡോപ്സിന് കാണുന്നത്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു 999 രൂപയാണ് ഈ രണ്ട് പ്രോഡക്റ്റുകളും ഒരു ഓഫർ സമയത്ത്. ഇനി ഫിസിക്കലി നമ്മൾ ഈ ഒരു പ്രോഡക്റ്റുകൾ നോക്കുകയാണെങ്കിൽ മിവിയുടെ റിവ്യൂവിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിടിച്ച് നോക്കുമ്പോഴത്തേക്ക് എന്തോ ഒരു ചീപ്പ് ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് നമ്മുടെ കയ്യിൽ വെക്കുമ്പോൾ തന്നെ. എന്നാൽ ഈ ഒരു എയർഡോപ്സ് 141 കയ്യിൽ വയ്ക്കുമ്പോഴത്തേക്ക് നല്ലൊരു സോളിഡ്, അല്ലെങ്കിൽ തറയിൽ നിന്ന് വീണാൽ പെട്ടെന്ന് അങ്ങനെ പൊട്ടിപ്പോകുന്ന രീതിക്കല്ല. ഈ ഒരു മിവി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോപ്പ് പെട്ടി ഉണ്ടല്ലോ, അതേപോലത്തെ ഒരു ഫീലാണ് ഇത് എനിക്ക് കിട്ടുന്നതെന്നുള്ളതാണ്. എന്തായാലും ഫിസിക്കലി ഒക്കെ നോക്കുവാണെങ്കിൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് 141 തന്നെയാണ്. കാരണം ആ ഒരു കേസ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഹൈപ്പർ സിങ്ക് ടെക്നോളജി ഉള്ളത് കൊണ്ട് തന്നെ, ഹൈപ്പർ സിങ്ക് അല്ല, ഇൻസ്റ്റാ വേക്കൻ പെയർ ടെക്നോളജി ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഏത് ഡിവൈസിലാണോ കണക്ട് ചെയ്തിരിക്കുന്നത് അതിലേക്ക് ഓട്ടോമാറ്റിക്കലി കണക്ട് ആവുമെന്നുള്ളതാണ്. എന്നാൽ മിവി നമ്മളിത് ഇങ്ങനെയൊക്കെ ഓപ്പൺ ആക്കിയിട്ട് ഇവിടെ നിന്ന് കേസിൽ നിന്നും നമ്മുടെ ഇയർബഡ് ഊരിയാൽ മാത്രമേ നമ്മുടെ ആ ഒരു ഡിവൈസുമായിട്ട് കണക്റ്റ് ആകത്തുള്ളൂ. പക്ഷേ LED ഇൻഡിക്കേറ്റർ രണ്ടിലും ഉണ്ട് കേട്ടോ. ആ ഒരു കേസിൽ എത്ര ശതമാനം ബാറ്ററി ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി രണ്ടിലും ആ ഒരു LED ഇൻഡിക്കേറ്റർ നമുക്ക് കാണാൻ സാധിക്കും. ബാറ്ററി കപ്പാസിറ്റിയെ കുറിച്ചൊക്കെ പറയുവാണെങ്കിൽ 600 mAh ബാറ്ററി കപ്പാസിറ്റിയാണ് ഈ ഒരു എയർഡോപ്സ് 141. കൂടാതെ ആ ഒരു 30 mAh ഇയർബഡുകളിലൊക്കെ ഉണ്ടെന്ന് കറക്റ്റ് പക്കാ രീതിയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ബോട്ടിൽ. എന്നാൽ മിവി ഡ്യൂപോഡ്സ് F30യിൽ അതൊന്നും തന്നെ മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷേ ടോട്ടൽ പ്ലേ ടൈം 42 hours പിന്നെ ഒരു 10 മിനിറ്റ് ചാർജ് കഴിഞ്ഞാൽ 10 മണിക്കൂറും. ഇത് മാത്രമാണ് ഈ ഒരു മിവിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സെയിം ആണ്, 42 മണിക്കൂർ തന്നെയാണ് എയർഡോപ്സിലും. കൂടാതെ 5 മിനിറ്റ് ചാർജ് കഴിഞ്ഞാൽ 75 മിനിറ്റ് മാത്രമാണ്. ആ ഒരു സംഭവം മാത്രമാണ് ഈ ഒരു മിവിയിൽ കൂടുതൽ എന്നുള്ളത്. കാരണം 10 മിനിറ്റ് നമ്മൾ ജസ്റ്റ് ചാർജ് ചെയ്തതിന് തന്നെ 10 മണിക്കൂർ നമുക്ക് ആ ഒരു പ്ലേ ടൈം ലഭ്യമാകും എന്നുള്ളതാണ്. ഇനി ഇയർബഡുകൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അത്യാവശ്യം ലുക്കിൽ മിവി ഡ്യൂപോഡ്സ് തന്നെ ഉണ്ടായി. എൻ്റെ ഒരു കാര്യം പറയുവാണ്, നിങ്ങൾക്ക് അറിയത്തില്ല. എന്നാലും ആ ഒരു 141 പിറകിലൊന്നുമല്ല, ഒരു അത്യാവശ്യം ഒരു യുണീക്ക് ഡിസൈനോട് കൂടിയിട്ടാണ്. പൊതുവേ നമ്മുടെ എയർഡോപ്സ് 141 ഈ ഒരു ലുക്ക് വേറെ എവിടെയും എയർഡോപ്സിന്റെ കാറ്റഗറിയിൽ ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു യുണീക്ക് ഡിസൈനിലൂടെയാണ്. എന്നാലും ഇത് രണ്ടും കൂടി വെച്ച് നോക്കുമ്പോഴത്തേക്ക് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് ഈ ഒരു മിവി ഡ്യൂപോഡ്സ് F30യാണ്. 10mm ഡൈനാമിക് ഡ്രൈവേഴ്സോട് കൂടിയിട്ട് മിവി ഡ്യൂപോഡ്സ് ലഭ്യമാകുമ്പോൾ 8mm ഡൈനാമിക് ഡ്രൈവേഴ്സോട് കൂടിയിട്ട് ഈ ഒരു ബോട്ട് എയർഡോപ്സ് 141 ലഭ്യമാകുന്നു. IPX4 ഒരു വാട്ടർ ആൻഡ് സെറ്റ് പ്രൊട്ടക്ഷനും കൂടാതെ ബ്ലൂടൂത്ത് വേർഷൻ 5.0യും ബ്ലൂടൂത്ത് റേഞ്ച് എന്ന് പറയുന്നത് 10 മീറ്ററുമാണ് ഈ രണ്ട് പ്രോഡക്റ്റുകളിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇയർബഡുകളിലെ ആ ഒരു ടച്ച് കൺട്രോൾ ആണെങ്കിൽ പോലും സെൻസിറ്റീവ് തന്നെയാണ്, അത്യാവശ്യം വേറെ കുഴപ്പമില്ല. രണ്ടിലും പക്ക ആ ഒരു സെൻസിറ്റീവ് ഒക്കെ തന്നെയാണ്. അതിൽ നമുക്ക് അങ്ങനെ കുറ്റമൊന്നും പറയാൻ പറ്റത്തില്ല. ചെവിയിൽ വെക്കുമ്പോഴത്തേക്കുള്ള ഒരു കംഫർട്ട്നെസ് നോക്കുവാണെങ്കിൽ പക്കയാണ്. ഇപ്പോൾ എയർഡോപ്സ് ഞാൻ വെച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ മിവി ഇതേ വെച്ചിട്ടുണ്ട്. മിവിക്കും വേറെ കുഴപ്പമൊന്നുമില്ല, എല്ലാം ഒരു കുഴപ്പമില്ലാണ്ട് പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. എന്നാലും എനിക്ക് ആ ഒരു പാസീവ് നോയ്സ് ക്യാൻസലേഷൻ കൂടുതലായിട്ട് കിട്ടുന്നത് ഇവിടെയാണ്, നമ്മുടെ എയർഡോപ്സ് 141ലാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പൊതുവെ ഈ രണ്ട് പ്രോഡക്റ്റുകളും നോക്കുവാണെങ്കിൽ കാണാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി മൈക്ക് ക്വാളിറ്റി, ആദ്യം ഞാൻ ഈ ഒരു F30യുടെ മൈക്ക് ക്വാളിറ്റി കാണിച്ചു തരാം, അതിനുശേഷം നമ്മുടെ 141ന്റെ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിവി ഡ്യൂപോഡ്സ് F30യിൽ നിന്നും ലഭ്യമാകുന്ന ആ ഒരു മൈക്ക് ക്വാളിറ്റി. ഇൻഡോറിൽ ഞാൻ അത്യാവശ്യം നല്ല സൗണ്ടോട് കൂടിയിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുകൊണ്ട് ഞാൻ നോർമലിയാണ് സംസാരിക്കുന്നത്. ടോക്കിംഗ് പേർപ്പസിന് ഈ ഒരു പ്രോഡക്റ്റ് ഓക്കെ ആണോ, നിങ്ങൾക്ക് അത് കേൾക്കുമ്പോൾ മനസ്സിലാകും. അപ്പോൾ ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എയർഡോപ്സ് 141ൽ നിന്നും ലഭ്യമാകുന്ന ആ ഒരു മൈക്ക് ക്വാളിറ്റി. ഇൻഡോറിൽ നോർമലി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അതേപോലെ തന്നെ ഫാൻ അത്യാവശ്യം സൗണ്ടോട് കൂടിയിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ടോക്കിംഗ് പേർപ്പസിന് ഈ ഒരു പ്രോഡക്റ്റ് ആണോ, അതല്ല മിവി ഡ്യൂപോഡ്സ് F30 ആണോ എന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ ആ ഒരു മൈക്ക് ക്വാളിറ്റി ഈ രണ്ട് പ്രോഡക്റ്റുകളിലും നമുക്ക് ലഭ്യമാകുന്നത്. ഇനി ഗെയിം കളിക്കാനായിട്ട് ഈ രണ്ട് പ്രോഡക്റ്റുകളും എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു ലേറ്റൻസി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓൾറെഡി നമ്മുടെ ഈ ഒരു എയർഡോപ്സ് 141ന്റെ ലേറ്റൻസി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മിവിയിൽ ഞാൻ അത് ഇട്ടിട്ടില്ല. എന്നാൽ പോലും ഈ ഒരു മിവിയുടെ ലേറ്റൻസി സത്യം പറഞ്ഞാൽ ഭയങ്കര മോശമാണ്. ഉള്ളതിൽ ഭേദം 141 ആണെന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. എന്നും പറഞ്ഞിട്ട് 141 ഗെയിമിങ്ങിന് ഭയങ്കര പക്ക അല്ല. ഇനി മ്യൂസിക് ക്വാളിറ്റിനെ കുറിച്ച് പറയുവാണെങ്കിൽ
ഉറപ്പായിട്ടും ഓവറോൾ നമ്മൾ നോക്കുവാണെങ്കിൽ 141 തന്നെയാണ് ഇതിനകത്ത് ആ ഒരു മ്യൂസിക് ക്വാളിറ്റി. ബേസ് ആണെങ്കിലും ട്രിബിൾ ആണെങ്കിലും ഒരു സ്റ്റീരിയോ ടൈപ്പ് അല്ലെങ്കിൽ ആ ഒരു മോണോ ഭയങ്കര ഡോമിനേറ്റഡ് അല്ല. ഇതിനകത്താണെങ്കിൽ നമുക്ക് ആ ഒരു മോണോ ടൈപ്പാണ്. പൊതുവേ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് ഒരു ബാലൻസ്ഡ് അല്ലെങ്കിൽ ഒരു ബേസ് ബൂസ്റ്റഡ് ആയിട്ടുള്ളൊരു ഔട്ട്പുട്ടാണ്. അതിവിടെ നമുക്ക് ലഭ്യമാകുന്നത് ഈ രണ്ട് പ്രോഡക്റ്റുകൾ നോക്കുവാണെങ്കിൽ എനിക്ക് ഫീൽ ചെയ്തത് ഈ ഒരു 141ലാണ്. എന്നാൽ ഇവിടെ ഈ ഒരു മിവിയിൽ ഞാൻ കഴിഞ്ഞ അവരുടെ റിവ്യൂവിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പാട്ടയിലിട്ട് അടിക്കുന്ന പോലത്തെ ഒരു ഫീൽ. എവിടേക്കോ ഒരു ബും ബും ഉണ്ട്, എന്നാലും ആ ഒരു ബേസ് അതല്ല വേണ്ടത്. ഒരു ചീപ്പ് ക്വാളിറ്റി ബേസ് ആണ് ഈ ഒരു മിവിയിൽ നിന്നും ലഭ്യമാകുന്നത്. എല്ലാം കൊണ്ടും 999 രൂപയ്ക്ക് നമുക്ക് വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകുന്നത് എയർഡോപ്സ് 141 എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. എന്നാൽ ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് പലപ്പോഴും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരിക്കും. ആ ഒരു കാരണം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്, ഇനി ആ കാരണം വെച്ചാണെങ്കിൽ പോലും നിങ്ങൾ എന്നോട് ചോദിക്കുവാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പറയുന്നത് 1000 രൂപയ്ക്കകത്ത് നിങ്ങൾ 141 വാങ്ങിക്കുമെന്നാണ്. കാരണം നമുക്ക് ആ ഒരു മ്യൂസിക് ക്വാളിറ്റി വേണമല്ലോ, അത് പെർഫെക്റ്റ് ആയിട്ട് നമുക്കിതിൽ കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ 999 രൂപയ്ക്ക് നമ്മൾ വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകുന്ന പ്രോഡക്റ്റ് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. കൂടാതെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.